ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 2025 നമ്മുടെ NTPC അതുപോലെ ഗ്രൂപ്പ് ഡി നമ്മുടെ റെയിൽവേ എക്സാം സീരീസിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ റെയിൽവേ എക്സാമിന് NTPC ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഏകദേശം തന്നെ NTPCക്ക് തന്നെ ഒരു 100-ൽ പരം ബുക്കുകളാണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത്. അതിൽ തന്നെ പല കാറ്റഗറി നമുക്ക് ബേസ് ചെയ്ത് ബുക്ക് പഠിക്കാൻ പറ്റും. അതായത് ചില ബുക്കുകൾ അവർ ചോദിച്ചത് സ്പോർട്സ് പേഴ്സൺസിൻ്റെ ബുക്കുകൾ, ഓട്ടോബയോഗ്രഫീസ് ആയിരുന്നു. ചില ബുക്കുകൾ അവർ ചോദിച്ചത് ഇന്ത്യൻ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ, അങ്ങനത്തെ പ്രധാനപ്പെട്ട പൊളിറ്റീഷ്യൻ്റെ ബുക്സുകൾ ചോദിച്ചു. പിന്നൊരു കാറ്റഗറി ചോദിച്ചത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ബുക്കുകൾ കേട്ടോ. ഹിസ്റ്റോറിക്കൽ എന്ന് പറയുന്നത് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ബുക്കുകൾ. അങ്ങനെ പല കാറ്റഗറിയിൽ നിന്നും അവർ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇത് ബുക്സ് ആൻഡ് ഓതർ എന്ന് പറയുന്ന. സോ നമ്മളിന്ന് നമ്മുടെ NTPC ഗ്രൂപ്പ് ഡി റെയിൽവേ സീരീസിൻ്റെ ഭാഗമായിട്ട് 20 കഴിഞ്ഞ വർഷം ചോദിച്ച 20 ബുക്കുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പാർട്ട് 1 ആണ്. ഇതിൻ്റെ പാർട്ട് 1, പാർട്ട് 2 ഒക്കെ വരുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ഏതൊക്കെ ബുക്കുകളാണ് കഴിഞ്ഞ വർഷം ചോദിച്ചത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ബുക്ക്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ബുക്ക് ഈസ് ഓതേർഡ് ബൈ മൗലാന അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദിൻ്റെ ബുക്ക് ഏത്? സോ നമുക്ക് നല്ല പരിചയമുള്ളൊരു പേരാണല്ലേ. ആരാണ് ഈ മൗലാന അബുൽ കലാം ആസാദ്? നമ്മൾ ഇനിയും പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അല്ലേ. ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ് ആര്? മൗലാന അബുൽ കലാം ആസാദ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്ക്, അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ഏതാ? ഇന്ത്യ വിൻസ് ഫ്രീഡം അല്ലേ. ഇന്ത്യ വിൻസ് ഫ്രീഡം അല്ലേ. മൗലാന അബുൽ കലാം ആസാദിൻ്റെ ആത്മകഥ, ഓട്ടോബയോഗ്രഫി ഏതാ? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്ന ഇന്ത്യ വിൻസ് ഫ്രീഡം. നമ്മൾ ഈ ബുക്ക് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ സമയത്ത് ഇതിൻ്റെ ഓട്ടോബയോഗ്രഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്നത്. അതുപോലെ വിങ്സ് ഓഫ് ഫയർ ആരുടെയാ? നമ്മുടെ APJ അബ്ദുൽ കലാം സാറിൻ്റെ അല്ലേ. APJ അബ്ദുൽ കലാം സാറിൻ്റെ ബുക്കാണ് ഏത്? വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. അതുപോലെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് നമ്മുടെ അരുന്ധതി റോയിയുടെ ഏതാണ്? ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അല്ലേ. അരുന്ധതി റോയിയുടെ ഏതാണ്? ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കുകളാണ്, നോട്ട് ചെയ്ത് വെക്കുക. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് നല്ല ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ബുക്കർ പ്രൈസ്, മാൻ ബുക്കർ പ്രൈസ് ഒക്കെ കിട്ടിയ ബുക്കുകളാണ്. ഓക്കെ, ദെൻ അടുത്താണ് ദുർഗേഷ് നന്ദിനി വാസ് റിട്ടൺ ബൈ. ആരാണ് ദുർഗേഷ് നന്ദിനി എഴുതിയത്? ദുർഗേഷ് നന്ദിനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ദുർഗേഷ് നന്ദിനി എഴുതിയത് നമ്മുടെ ബങ്കിം ചന്ദ്ര ചാറ്റർജി, നമ്മുടെ ബങ്കിം ചന്ദ്ര ചതോപതായി അഥവാ ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ലേ. നമ്മുടെ ആനന്ദമത് അല്ലേ. ഏറ്റവും വലിയൊരു ഹിസ്റ്റോറിക്കൽ ബുക്കാണ് ബംഗാളി നോവലായ ആനന്ദമത് അല്ലേ. കാരണം നമുക്ക് ഈ ഒരു ബുക്കിലാണ് നമ്മുടെ നാഷണൽ സോങ് ആയ വന്ദേ മാതരം രചിച്ചിട്ടുള്ളത് അല്ലേ. നമ്മുടെ വന്ദേ മാതരം രചിക്കുന്നത് ഏതിലാണ്? ഈ ആനന്ദമതിലാണ്. ആനന്ദമത് എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. അപ്പം അദ്ദേഹം തന്നെ എഴുതിയ മറ്റൊരു ബുക്കാണ് ഏത്? ദുർഗേഷ് നന്ദിനി. ദുർഗേഷ് നന്ദിനി എഴുതിയത് ആരാണ്? ഓതർ ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി, ബങ്കിം ചന്ദ്ര ചതോപതായി അഥവാ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമതും ദുർഗേഷ് നന്ദിനി. 2 ബുക്ക് നോട്ട് ചെയ്തോ. 2ഉം വേണമെങ്കിൽ റിപ്പീറ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ബുക്കിൽ പോയാലോ. മൂന്നാമത്തെ ബുക്ക്, ഹു വാസ് ദി ഓതർ ഓഫ് ദി ലിറ്റററി വർക്ക് രത്നാവലി. ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ബുക്കാണ്, ഒരു ഹിസ്റ്റോറിക്കൽ ബുക്കാണ്. റിപ്പീറ്റഡ് ആണ് ഈ ക്വസ്റ്റ്യൻ. കാരണം ഈ രത്നാവലി എഴുതിയത് നമ്മുടെ ഓപ്ഷൻ എ ഹർഷവർദ്ധൻ. നമ്മുടെ വർദ്ധന ഡൈനാസ്റ്റിയിലെ ഹർഷവർദ്ധൻ എന്ന രാജാവാണ് ഈ രത്നാവലി എന്ന ബുക്ക് എഴുതിയത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ വേറൊരു എക്സാമിന്, ഒരു CGL എക്സാമിന്, SSC എക്സാമിന് ചോദിച്ചതാണ് ഹർഷവർദ്ധൻ എത്ര കൃതികൾ എഴുതിയിട്ടുണ്ട്. ഹർഷവർദ്ധൻ 3 സംസ്കൃത കൃതികളാണ് എഴുതിയിട്ടുള്ളത്. 3 സംസ്കൃത കൃതി. അതിൽ ഒരു കൃതിയാണ് രത്നാവലി. ഇനി 2 കൂടിയുണ്ട്. രണ്ടാമത്തത് പ്രിയദർശിക. ചോദിക്കേ, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പ്രിയദർശിക. മൂന്നാമത്തത് നാഗനന്ദ. ഇതാണ് ഹർഷവർദ്ധൻ എഴുതിയ 3 സംസ്കൃത കൃതികൾ. ഏതൊക്കെയാണ്? രത്നാവലി,
പ്രിയദർശിക, നാഗനന്ദ. ആരുടെ കൃതികളാ? ഹർഷവർദ്ധൻ എഴുതിയ 3 സംസ്കൃത കൃതികൾ. ഇനി ഹർഷവർദ്ധന്റെ ചരിത്രം പറയുന്ന ഒരു ബുക്കുണ്ട്. അതാണ് ഹർഷചരിത, ബയോഗ്രാഫിയ. ഹർഷവർദ്ധന്റെ ബയോഗ്രാഫിയാണ് ഹർഷചരിതം. അത് എഴുതിയത് ആരെന്നറിയോ? അത് ഹർഷവർദ്ധന്റെ കവി ആര്? ബാണഭട്ട. കേട്ടോ, ഹർഷവർദ്ധന്റെ കവിയായ ബാണഭട്ടയാണ് എന്തെഴുതിയത്? ഹർഷചരിതം എഴുതിയത്. ഹർഷചരിതം എഴുതിയത് ആരാണ്? ബാണഭട്ട. കേട്ടോ, പക്ഷെ ഹർഷവർദ്ധൻ 3 സംസ്കൃത കൃതി എഴുതിയിട്ടുണ്ട്. അതൊക്കെയാ രത്നാവലി, പ്രിയദർശിക, നാഗനന്ദ. ആരുടെ കൃതികൾ? ഹർഷവർദ്ധന്റെ കൃതികൾ. ഓക്കെ, ദെൻ അടുത്ത ബുക്കിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ബുക്ക്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ബുക്ക് ഈസ് ഓതേർഡ് ബൈ വിഷ്ണു ശർമ്മ. വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനാണ് വിഷ്ണു ശർമ്മ. സ്ഥിരം ചോദ്യമാണ്, കാരണം അത് എഴുതിയ ബുക്ക് ഏതൊന്നുമല്ല. നമ്മുടെ ഓപ്ഷൻ സി, പഞ്ചതന്ത്രം. നമ്മൾ പഞ്ചതന്ത്ര കഥകൾ കേട്ടിട്ടില്ലേ? പഞ്ചതന്ത്ര കഥകൾ. ആ പഞ്ചതന്ത്രം എഴുതിയത് ആരാണ്? വിഷ്ണു ശർമ്മ. വിഷ്ണു ശർമ്മ എന്തെഴുതിയത്? പഞ്ചതന്ത്രം. ഇതിൽ കണ്ട നമ്മുടെ അർത്ഥശാസ്ത്രം കിടപ്പുണ്ടല്ലേ? അർത്ഥശാസ്ത്രം എഴുതിയത് ആരാ? നമ്മുടെ കൗഡല്യൻ അഥവാ നമ്മുടെ ചാണക്യനാണ് അല്ലേ? നമ്മുടെ ചാണക്യനാണ് അർത്ഥശാസ്ത്രം. പക്ഷെ ചാണക്യന്റെ റിയൽ നെയിം എന്താ? ചാണക്യനും ഒരു വിഷ്ണു ആണ് അല്ലേ? ദ റിയൽ നെയിം വിഷ്ണുഗുപ്തൻ. അതുകൊണ്ടാണ് എനിക്ക് ആ ഓപ്ഷൻ ഇട്ട കേട്ടാ, വിഷ്ണുഗുപ്തൻ. കേട്ടാ, വിഷ്ണുഗുപ്തനാണ് ആര്? ചാണക്യൻ. കേട്ടാ, ചാണക്യന്റെ അർത്ഥശാസ്ത്രം, വിഷ്ണുഗുപ്തന്റെ അർത്ഥശാസ്ത്രം. പഞ്ചതന്ത്രം എഴുതിയത് വിഷ്ണു ശർമ്മ. ആരാടെ? ശർമ്മയാണ്, വിഷ്ണു ശർമ്മ. ആര്? പഞ്ചതന്ത്രം. പിന്നെ ഇന്ത്യക്ക ആരുടെ ബുക്കാ? ഇന്ത്യക്ക നമ്മുടെ ഗ്രീക്ക് ബുക്കാണല്ലേ? ആരുടെ? മെഗസ്തനിസിന്റെ. ഇന്ത്യക്കൊക്കെ നല്ല ചോദിക്കാൻ ചാൻസ് ഉള്ള ബുക്കാണ് കേട്ടോ, മെഗസ്തനിസിന്റെ ഇന്ത്യക്ക. അതുപോലെ രാജതരംഗിണി, നല്ല ഇമ്പോർട്ടൻറ്റ് ബുക്കാണ്. രാജതരംഗിണിയുടെ ഓതർ ആരെന്നറിയോ? രാജതരംഗിണി എഴുതിയത് കൽഹണൻ. കാശ്മീരി പൊയിറ്റായ കൽഹണൻ എഴുതിയ ഒരു ബുക്കാണ് ഏത്? രാജതരംഗിണി. രാജതരംഗിണി കേട്ടോ, നല്ല ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ബുക്കാണ് രാജതരംഗിണിയൊക്കെ കേട്ടോ. ആരെഴുതിയതാണ്? കൽഹണന്റെ രാജതരംഗിണി. ഓക്കെ, സോ പഞ്ചതന്ത്രം ആരുടെയാ? വിഷ്ണു ശർമ്മ. ദെൻ അടുത്തത്, ഹു റോട്ട് ദി പ്ലേ മുദ്രാരാക്ഷസം. സോ വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്താണ് മുദ്രാരാക്ഷസം. നമ്മുടെ മൗര്യന്മാരുടെ തന്നെ കഥ പറയുന്ന മറ്റൊരു ബുക്കാണ് ഈ മുദ്രാരാക്ഷസം. ഓതേർഡ് ബൈ വിശാഖദത്തൻ. ഓപ്ഷൻ സി, വിശാഖദത്തന്റെ മുദ്രാരാക്ഷസം. കേട്ടോ, ഇതും ഹിസ്റ്റോറിക്കൽ മൂവാണ്, നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്ന ഒരു ബുക്കാണ്. ഏത്? വിശാഖദത്തന്റെ മുദ്രാരാക്ഷസ. മുദ്രാരാക്ഷസ എഴുതിയത് ആരാണ്? വിശാഖദത്തൻ. വിശാഖദത്തന്റെ മുദ്രാരാക്ഷസ. കേട്ടോ, സോ റിപ്പീറ്റഡ് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ബുക്കാണ് കേട്ടോ, മുദ്രാരാക്ഷസ. ദെൻ അടുത്തത്, ഹു ഇസ് ദ റൈറ്റർ ഓഫ് ദി ഹിന്ദി പ്ലേ ആദേ ആദുരെ? ആദേ ആദുരയുടെ റൈറ്റർ ആരാണ്? സോ വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്താണ് ആദേ ആദുരെ. അത് എഴുതിയത് ഓപ്ഷൻ ബി, മോഹൻ രാകേഷ് ആണ്. മോഹൻ രാകേഷിന്റെ ആദേ ആദുരെ. കേട്ടോ, മോഹൻ രാകേഷിന്റെ ഏതാണ്? ആദേ ആദുരെ. അപ്പൊ ആദേ ആദുരെ എഴുതിയത് ആരാടാ? മോഹൻ രാകേഷ്. മോഹൻ രാകേഷിന്റെ ആദേ ആദുരെ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഹു ഇസ് ദി ഓതർ ഓഫ് ദി ബുക്ക് ഇന്ത്യ ഡിവൈഡഡ്? സോ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർമാരെന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നമ്മുടെ ഒരു ഇന്ത്യൻ പ്രസിഡന്റ് എഴുതിയ ഒരു ബുക്കാണ് ഇന്ത്യ ഡിവൈഡ്. ഇതൊരു PVQ കൂടിയാണ് കേട്ടോ, ഇത് മുമ്പും വേറെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ, രാജേന്ദ്ര പ്രസാദ്. നമ്മുടെ ഫസ്റ്റ് പ്രസിഡന്റ് അല്ലേ, നമ്മുടെ ആദ്യത്തെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹത്തിന് എഴുതിയ ബുക്കാണ് ഇന്ത്യ ഡിവൈഡഡ്. ഇന്ത്യ ഡിവൈഡഡ്. ഓതർ ആരാണ്? രാജേന്ദ്ര പ്രസാദ്. രാജേന്ദ്ര പ്രസാദ് എഴുതിയ ബുക്കാണ് ഏത്? ഇന്ത്യ ഡിവൈഡ് എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കുക, ഇദ്ദേഹം ആദ്യത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ്. ആദ്യത്തെ മാത്രമല്ല, എല്ലാ ഇന്ത്യൻ പ്രസിഡന്റുമാരും എഴുതിയ ബുക്കുകൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചു വെക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത്, ദ വെയിറ്റിംഗ് ഫോർ എ വിസ ഈസ് ഹൂസ് ഓട്ടോബയോഗ്രഫി. ഒരു ആത്മകഥയാണ്. നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കാരണം ഇതൊരു ഹിസ്റ്റോറിക്കൽ ബുക്കാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു ഫ്രീഡം ഫൈറ്ററിന്റെ ആത്മകഥ. ആരുടെയാണ്? ഡോക്ടർ BR അംബേദ്കർ. നമ്മുടെ അംബേദ്കറിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ഏത്?
വെയിറ്റിംഗ് ഫോർ എ വിസ. കേട്ടോ, വെയിറ്റിംഗ് ഫോർ എ വിസ ആരുടെയാണ്? ഡോക്ടർ BR അംബേദ്കർ. നമ്മുടെ അംബേദ്കറിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ഏത്? വെയിറ്റിംഗ് ഫോർ എ വിസ എന്ന് പറയുന്നത്. സോ വളരെ പ്രധാനപ്പെട്ട ഒരു ഓട്ടോബയോഗ്രഫിയാണ് വെയിറ്റിംഗ് ഫോർ എ വിസ. ആരുടെയാണ്? അംബേദ്കർ. ഒരുപാട് വട്ടം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അംബേദ്കറിന്റെ ഓട്ടോബയോഗ്രഫി എന്നൊക്കെ ധാരാളം തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അടുത്തത്, ഹു ഈസ് ദി ഓതർ ഓഫ് ദി നോവൽസ് രംഗഭൂമി, ഗൂഡൻ, ഗബാൻ, വർദ്ധൻ? സോ 4 ബുക്ക് നമുക്ക് കൂടെ തന്നിട്ടുണ്ട് അല്ലേ? സോ 4 ഇമ്പോർട്ടൻ്റ് ആണ്. രംഗഭൂമി, ഗൂഡൻ, ഗബാൻ, വർദ്ധൻ. ആരുടെ എന്നറിയോ? ഓപ്ഷൻ എ മുൻഷി പ്രേംചന്ദ്. എടാ, പ്രേംചന്ദ് ഒരു സ്ഥിരം നമ്മുടെ ഒരു ചോദ്യമായി ചോദിക്കുന്ന ഒരു എഴുത്തുകാരനാണ് കേട്ടോ. സ്ഥിരമാണ്. ഈ വർഷം ഉറപ്പായിട്ടും പ്രേംചന്ദിന്റെ ബുക്കുകൾ ചോദിക്കും കേട്ടോ. പ്രേംചന്ദ് ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ് കേട്ടോ. സോ ഇതിൽ തന്നെ നമുക്ക് 4 ബുക്ക് പഠിക്കാൻ പറ്റിയ അതൊക്കെയാണ് രംഗഭൂമി, ഗൂഡൻ, ഗബാൻ, വർദ്ധൻ. ഇതിൽ കൂടാതെ തന്നെ 2 ബുക്ക് കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഒരു ബുക്കിന്റെ പേരാണ് നമ്മുടെ മൻസരോവർ കേട്ടോ. മുൻഷി എഴുതിയ ഒരു പ്രധാനപ്പെട്ട ഒരു കളക്ഷൻ ഓഫ് പോയംസ് ആയിരുന്നു മൻസരോവർ എന്ന് പറയുന്നത്. അത് പ്രീവിയസ് ചോദ്യമാണ്. മൻസരോവർ എഴുതിയതാരാണ്? മൻസരോവർ ആരാണ്? പ്രേംചന്ദ്. അതുപോലെ വേറെ ഒന്നാണ് സേവാസദൻ. സേവാസദനും കഴിഞ്ഞ NTPSC ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. സേവാസദൻ ആരുടെ? പ്രേംചന്ദ്. പ്രേംചന്ദിന്റെ മാത്രം തന്നെ കഴിഞ്ഞ NTPSC ഒരു 6-7 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബുക്കുകൾ തന്നെ കേട്ടോ. സോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ബുക്കുകൾ. ഏത്? മൻസരോവർ, സേവാസദൻ, രംഗഭൂമി, ഗൂഡൻ, ഗബാൻ, വർദ്ധൻ. ഇതൊക്കെ എഴുതിയതാരാ? പ്രേംചന്ദ് ആണ്. കൃത്യമായി നോട്ട് ചെയ്ത് പഠിക്കുക. പ്രേംചന്ദ് ഉറപ്പായിട്ടും ഈ വർഷം എന്ത് ചെയ്യും? ചോദിക്കുന്നതാണ്. ഓക്കെ, ദെൻ അടുത്തത്, ഹു റോട്ട് പത്മാവത്? ആരാണ് പത്മാവത് എഴുതിയത്? സോ ഒരു ഹിസ്റ്റോറിക്കൽ ബുക്കാണ്, ഇമ്പോർട്ടൻ്റ് ബുക്കാണ്, റിപ്പീറ്റഡ് ആണ് പത്മാവത് അല്ലേ. നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി, റാണി പത്മിനിയുടെ ഒക്കെ കഥ പറയുന്ന മാലിക് മുഹമ്മദ് ജയസിയുടെ പത്മാവത്. ആരാ പത്മാവത് എഴുതിയത്? മാലിക് മുഹമ്മദ് ജയസി. മാലിക് മുഹമ്മദ് ജയസിയുടെ ഏത്? പത്മാവത്. പത്മാവത് എഴുതിയത് ആരാടാ? മാലിക് മുഹമ്മദ് ജയസി. അതുപോലെ അബുൾ ഫസൽ എഴുതിയ ബുക്ക് ഏതാ? അബുൾ ഫസൽ അത് അക്ബർ നാമയാണ് അല്ലേ. അക്ബറിന്റെ ബയോഗ്രാഫി അക്ബർ നാമ എഴുതിയത് ആര്? അബുൾ ഫസൽ. അതുപോലെ ഗുൽബദൻ ബീഗം നമ്മളൊരു ബുക്ക് പഠിച്ചിട്ടുണ്ടല്ലോ ഹിസ്റ്റോറിക്കൽ. ഏതാടാ? ഹുമയൂൺ നാമ. ഹുമയൂണിന്റെ ബയോഗ്രാഫി ഹുമയൂൺ നാമ എഴുതിയത് ഹുമയൂണിന്റെ സിസ്റ്റർ ആണല്ലേ ആര്? ഗുൽബദൻ. പിന്നെ ഫിർദൗസി. നമ്മുടെ ഫിർദൗസി നമ്മുടെ ഗസനിയുടെ മഹമ്മൂദ് ഗസനിയുടെ കവിയാണ് അല്ലേ ഫിർദൗസി. ഫിർദൗസി ചെയ്ത ബുക്ക് ഏതാ? ഷാ നാമ. ഏതാണ്? ഷാനാമ. ഷാനാമ എഴുതിയത് ആരാണ്? ഫിർദൗസി. ഷാനാമ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ എഴുതിയിട്ട് കേട്ടോ. ഈ ബുക്കുകളൊക്കെ പഠിച്ചു വെക്കുക. ഇതൊക്കെ നല്ല ചോദിക്കാൻ ചാൻസ് ഉള്ള ഹിസ്റ്റോറിക്കൽ ബുക്ക്. അക്ബർ നാമ, ഹുമയൂൺ നാമ, ഷാനാമയൊക്കെ കേട്ടോ. ഓദർ പഠിച്ചു വെക്കുക. അക്ബർ നാമ എഴുതിയത് അബുൾ ഫസൽ, ഹുമയൂൺ നാമ എഴുതിയത് ഗുൽബദൻ, ഷാനാമ എഴുതിയത് ഫിർദൗസി. ഓക്കെ, ഇതിനടുത്തിലോട്ട് പോയാലോ. അടുത്തത്, ഹു ഇസ് ദി ഓതർ ഓഫ് ദി ബുക്ക് ആൻ ഇന്ത്യൻ പിൽഗ്രീം? ആൻ ഇന്ത്യൻ പിൽഗ്രീം എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? സോ ഇത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ ഓട്ടോബയോഗ്രഫിയാണ് കേട്ടോ. സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മകഥയാണ് ആൻ ഇന്ത്യൻ പിൽഗ്രീം എന്ന് പറയുന്നത് കേട്ടോ. സോ കൃത്യമായി നോട്ട് ചെയ്യുക. കണ്ടത് ഓട്ടോബയോഗ്രഫി കൂടി ആയതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും സുഭാഷ് ചന്ദ്രബോസിന്റെ ഓട്ടോബയോഗ്രഫി ആൻ ഇന്ത്യൻ പിൽഗ്രീം. അതുപോലെ സുഭാഷ് ചന്ദ്രബോസ് എഴുതിയ വേറൊരു ബുക്കുണ്ട്, അതും നല്ല ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ബുക്കാണ്, ദ ഇന്ത്യൻ സ്ട്രഗിൾ കേട്ടാ. ഇതിന്റെ ഓതറും സുഭാഷ് ചന്ദ്രബോസ. നോട്ട് ചെയ്യുക, ഇതൊരു PYQ ആണ് കേട്ടാ. ദ ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെ ബുക്കാണ്? ദ ഇന്ത്യൻ സ്ട്രഗിൾ. അതും ആര് തന്നെയാണ്? സുഭാഷ് ചന്ദ്ര ബോസ് തന്നെയാണ്. അപ്പൊ ഏതൊക്കെയാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ 2 ബുക്ക്? ഒന്ന് ഇന്ത്യൻ പിൽഗ്രീമും, 2 ഏതാണ്? 2 ദ ഇന്ത്യൻ സ്ട്രഗിളും. ആരുടെ ബുക്കാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ 2 ബുക്കുകളാണ്. ഓക്കെ, ദെൻ അടുത്തതിലോട്ട് പോയാലോ. അടുത്ത ബുക്ക്, ദ വെൽ നോൺ പോയം മേഘദൂത് വാസ് റിട്ടൺ ബൈ. മേഘദൂത് അഥവാ മേഘ സന്ദേശം എന്നറിയപ്പെടും. മേഘദൂത് അഥവാ മേഘ സന്ദേശം ആരാടാ? കാളിദാസൻ അല്ലേ. നമ്മുടെ കാളിദാസന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഏത്? മേഘദൂത് എന്ന് പറയുന്നു.
ഇനി കാളിദാസന്റെ കൃതികൾ എക്സാമിന് ചോദിക്കും, നോട്ട് ചെയ്ത് വെക്കുക. കാളിദാസന്റെ മറ്റു കൃതികളാണ് ഒന്ന് ശാകുന്തളം, നമ്മുടെ ശാകുന്തളം. 2 രഘുവംശം, 3 മാളവിക അഗ്നിമിത്രം, 4 കുമാരസംഭവം കേട്ടാ. ഇതെല്ലാം ആരുടെയാ? കാളിദാസന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഏതൊക്കെയാണ്? ശാകുന്തളം, രഘുവംശം, മാളവിക അഗ്നിമിത്രം, കുമാരസംഭവം. കൂടാതെ നമ്മുടെ മേഘദൂത് അല്ലെ മേഘസന്ദേശം ആരുടെയാണ്? കാളിദാസന്റെ കൃതികളാണ്. ഇനി നമ്മുടെ സാത്തനാർ എഴുതിയ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് നമ്മുടെ മണിമേഖലൈ കേട്ടാ. മണിമേഖലൈ ആരെഴുതിയത്? സാത്തൻ. അത് ഇമ്പോർട്ടൻറ്റ് ബുക്കാണ്, നോട്ട് ചെയ്യുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇളങ്കോവടികളുടെയും സ്ഥിരം ചോദ്യമാണ്, കഴിഞ്ഞ NTPC ഇളങ്കോവടി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇളങ്കോവടികളുടെ സിലപ്പതികാരം, നമ്മുടെ സിലപ്പതികാരം അല്ലെ, സിലപ്പതികാരം എഴുതിയത് ആരാ? ഇളങ്കോവടികൾ. ഈ 2 ബുക്ക് നോട്ട് ചെയ്ത് വെച്ചോ, ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള 2 ബുക്കുകളാണ് കേട്ടോ. മണിമേഖലൈ ആരാ എഴുതിയ? സാത്തനാറ്. സിലപ്പതികാരം എഴുതിയതാരാ? ഇളങ്കോവടികൾ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, ഹു ഇസ് ദി ഓഥർ ഓഫ് ദി ബംഗാളി നോവൽ പതേർ പാഞ്ചാലി എന്ന ബംഗാളി നോവൽ എഴുതിയത് ആരാണ്? സോ ഓപ്ഷൻ ബി വിഭൂതി ഭൂഷൺ ബന്ദോപാധ്യായ്. വിഭൂതി ഭൂഷൺ ബന്ദോപാധ്യായ് ഏതെഴുത്? നമ്മുടെ പതേർ പാഞ്ചാലി. നമുക്ക് ഫിലിമൊക്കെ ആയ ഒരു നോവലാണല്ലേ, ബംഗാളിലെ ഒരു പ്രധാനപ്പെട്ട നോവലാണ് പതേർ പാഞ്ചാലി. നല്ല ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു നോവലാണ്. ഓഥറുടെ പേര് വിഭൂതി ഭൂഷൺ ബന്ദോപാധ്യായുടെ പതേർ പാഞ്ചാലി കേട്ടാ. നോട്ട് ചെയ്ത് വെച്ചോ, ഉറപ്പാനും ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു നോവലാണ് കേട്ടോ ഇത്. പതേർ പാഞ്ചാലി നല്ല ഫേമസ് നോവലാണ്. ദെൻ അടുത്തത്, ഹു റോട്ട് ദി ബൃഹത് സംഹിത, എ കളക്ഷൻ ഓഫ് സയന്റിഫിക് ഇൻഫോർമേഷൻ ഓൺ ഡിവേഴ്സ് സബ്ജക്റ്റ്. ആരാണ് ബൃഹത് സംഹിത എന്ന നോവല് എഴുതിയത്? സോ ഓപ്ഷൻ ഡി വരഹമിഹിര. ആരായിരുന്നു ഈ വരഹമിഹിര? നമ്മുടെ വിക്രമാദിത്യന്റെ നവരത്നത്തിൽ വരുന്ന ഒരാളാണല്ലേ. നമ്മുടെ വിക്രമാദിത്യന്റെ കോർട്ടായിരുന്നു ഏത്? നവരത്നം. ആ നവരത്നത്തിലെ ഒരു അസ്ട്രോളജർ, ഒരു ജ്യോതിഷനായിരുന്ന ആര്? വരഹമിഹിര. ആ വരഹമിഹിര എഴുതിയ കൃതിയാണ് ഏത്? ബൃഹത് സംഹിത. അതുപോലെ വരഹമിഹിരത്തിൽ വളരെ ഫേമസ് ആയ വേറൊരു കൃതിയുണ്ട്, ഏത്? പഞ്ചസിദ്ധാന്തിക അല്ലേ, പഞ്ചസിദ്ധാന്തിക കേട്ടാ. നമ്മുടെ വരഹമിഹിരയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് ഏത്? പഞ്ചസിദ്ധാന്തികയും ഏത്? ബൃഹത് സംഹിതയും കേട്ടാ. ബൃഹത് സംഹിതയും പഞ്ചസിദ്ധാന്തിക. ആരാ ഓദർ ആരാടാ? വരഹമിഹിര. ആരാണ്? വരഹമിഹിരയാണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം പോയാലോ? അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ബീൻ റിട്ടൺ ബൈ മുൻഷി പ്രേംചന്ദ്? നോക്ക്, നമ്മൾ പഠിച്ചതല്ലേ, ഏതെങ്കിലും ബുക്ക് ഉണ്ടോ നോക്ക്. കാമയാനി, യാമ, ചിദംബര, സേവാസദൻ. പഠിച്ചതാണല്ലേ സേവാസദൻ അല്ലേ. സേവാസദൻ ആരാ ഓദർ? പ്രേംചന്ദ്. മുൻഷി പ്രേംചന്ദിന്റെ സേവാസദൻ ആരടാ? പ്രേംചന്ദ്. നമ്മൾ പഠിച്ചതാണ്. അടുത്ത ചോദ്യം, ഹു ഇസ് ദി ഓഥർ ഓഫ് ദി ബുക്ക് നെയിംഡ് ഇന്ത്യൻ ഫിലോസഫി? സോ ഞാൻ ഇത് നേരത്തെ പറഞ്ഞ കാറ്റഗറിയാണ്. ഇതൊരു ഇന്ത്യൻ പ്രസിഡന്റിന്റെ ബുക്കാണ് കേട്ടോ. ആരെന്നറിയോ? നമ്മൾ നേരത്തെ ഫസ്റ്റ് പ്രസിഡന്റായ രാജേന്ദ്ര പ്രസാദിന്റെ ബുക്ക് പഠിച്ചു. ഏതാ? ഇന്ത്യ ഡിവൈഡഡ് അല്ലേ. സോ അതുപോലെ രണ്ടാമത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ബുക്കാണ് ഇന്ത്യൻ ഫിലോസഫി കേട്ടാ. സോ രണ്ടാമത്തെ ഇന്ത്യൻ പ്രസിഡന്റ് കേട്ടാ ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ബുക്കാണ് ഏത്? ഇന്ത്യൻ ഫിലോസഫി കണ്ട. അപ്പം ഞാൻ പറഞ്ഞില്ലേ, പ്രസിഡന്റുമാരുടെ ബുക്കുകളൊക്കെ പഠിച്ചു വെക്കുക. നമുക്കാണ് അടുത്ത സീരീസിലൊക്കെ പല പ്രസിഡന്റുമാരെയും പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ബുക്കുകളൊക്കെ വരും. സോ അത് കൃത്യമായി നോട്ട് ചെയ്ത് പഠിക്കുക, ഇന്ത്യൻ പ്രസിഡന്റുമാരും പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ ബുക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, ഹു ഇസ് ദ ഓഥർ ഓഫ് ദി ബയോഗ്രാഫി ഓഫ് ഇന്ദിരാഗാന്ധി? നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ ബയോഗ്രാഫി എഴുതിയത് ആരാണ്? ബയോഗ്രാഫി ഇന്ദിരാഗാന്ധി ആരെന്നൊരു ഓപ്ഷൻ സി
പുപ്പുൽ ജയകർ ആണ് ഇന്ദിരാഗാന്ധിയുടെ ബയോഗ്രാഫി എഴുതിയത് കേട്ടോ. ബയോഗ്രാഫി ഓഫ് ഇന്ദിരാഗാന്ധി എഴുതിയത് ആരാണ്? പുപ്പുൽ ജയകർ ആണ് എഴുതിയത്. സോ നോട്ട് ചെയ്യുക. അടുത്ത ചോദ്യം, ദ നോവൽ തമാസ് ഹാസ് ബീൻ റിട്ടൺ ബൈ കേട്ടോ. ഒരു പ്രധാനപ്പെട്ട ഒരു നോവലാണ് തമാസ് എഴുതിയത് ഭീഷം ഷഹനി. ഓപ്ഷൻ ഡി ഭീഷം ഷഹനിയാണ് കേട്ടോ. ഭീഷം ഷഹനി എഴുതിയ ഒരു പ്രധാനപ്പെട്ട നോവലാണ് ഏത്? തമാസ്. നോട്ട് ചെയ്ത് വെക്കുക. കഴിഞ്ഞ NTPCക്ക് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. തമാസ് ആരാ ഓദർ? തമാസിന്റെ ഓദർ ഭീഷം ഷഹനി. ദെൻ അടുത്ത ബുക്ക്, ഹു റോട്ട് ദി നോവൽ ദ വൈറ്റ് ടൈഗർ എന്ന നോവൽ എഴുതി. വളരെ പ്രധാനപ്പെട്ടാണ്, ബുക്കർ പ്രൈസ് ഒക്കെ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട നോവലാണ് ഇത്, ഈ ദ വൈറ്റ് ടൈഗർ. ധാരാളം തവണ ഇത് പല എക്സാമിനും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചോദ്യം. വൈറ്റ് ടൈഗർ ആരെന്നറിയോ? അരവിന്ദ് അഡിഗയാണ് ദ വൈറ്റ് ടൈഗർ എന്ന നോവൽ എഴുതിയത് കേട്ടോ. ബുക്കർ പ്രൈസ് ഒക്കെ കിട്ടിയ ഒരു നോവലാണ് കേട്ടോ. സോ അതുകൊണ്ടാണ് വീണ്ടും എടുത്തു ചോദിക്കുന്നത്. വൈറ്റ് ടൈഗർ ആരുടെയാണ്? അരവിന്ദ് അഡിഗ. ഓക്കെ, ദെൻ അടുത്ത നോവലിൽ പോവാം. അടുത്തത്, ഹു റോട്ട് ദി ബുക്ക് ഗുലാംഗിരി എന്ന ബുക്ക് എഴുതിയത് ആരാണ്? സോ ഇതൊരു ഹിസ്റ്റോറിക്കൽ ബുക്കാണ്. ഞാൻ അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഈ ബുക്ക് എഴുതിയത് നമ്മുടെ ജ്യോതിറാവു ഭൂലെയാണ് അല്ലേ. നമ്മുടെ സത്യശോധക് സമാജിന്റെ സ്ഥാപകൻ അല്ലേ. നമ്മുടെ സത്യശോധക് സമാജിന്റെ സ്ഥാപകൻ ആരാടാ? ജ്യോതിറാവു ഭൂലെയാണ് അല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് പറയുന്ന സമയത്തൊക്കെ ഞാൻ ഈ ബുക്കിനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഏത് ബുക്ക്? ഗുലാംഗിരി. സോ റിപ്പീറ്റഡ് ചോദ്യമാണ്, നോട്ട് ചെയ്ത് വെക്കുക. ജ്യോതിറാവു ഭൂലെയുടെ ഗുലാംഗിരി എന്ന് പറയുന്ന ബുക്ക്. ഗുലാംഗിരി എഴുതിയത് ആരാണ്? നമ്മുടെ ജ്യോതിറാവു ഭൂലെ, ദ ഫൗണ്ടർ ഓഫ് എന്ത്? സത്യശോധക് സമാജം. അതുപോലെ നമ്മുടെ അംബേദ്കറിന്റെ ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞേ, ഓപ്ഷനിൽ പെട്ടെന്ന് കണ്ടുകൊണ്ടാവും. ഒന്ന് പറഞ്ഞേ അംബേദ്കറിന്റെ ഓട്ടോബയോഗ്രഫി. വെയിറ്റിംഗ് ഫോർ എ വിസ. അത് മനസ്സിൽ പതിപ്പീര് കേട്ടോ. സ്ഥിരമായി ചോദിക്കുന്നുണ്ട് അംബേദ്കറിന്റെ ഓട്ടോബയോഗ്രഫി, വെയിറ്റിംഗ് ഫോർ എ വിസ. അതുപോലെ അംബേദ്കർ എഴുതിയ വേറൊരു ബുക്കുണ്ട്, ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ കേട്ടോ. അംബേദ്കർ എഴുതിയ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ. എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അംബേദ്കർ എഴുതിയ ഒരു പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഏത്? ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഗുലാംഗിരി. ഓക്കെ, സോ നമ്മൾ ഈ ഒരു സീരീസിൽ നിങ്ങൾക്ക് 20 ബുക്സുകളാണ് പരിചയപ്പെടുത്തി തന്നത്. ദെൻ അതുമായി ബന്ധപ്പെട്ട് മറ്റു ബുക്കുകളും നമ്മൾ പരിചയപ്പെട്ടായിരുന്നു അല്ലേ. സോ ഈ സീരീസിൽ നമുക്ക് ഇനിയും ബുക്സ് ആൻഡ് ഓതേഴ്സിന്റെ സീരീസ് വരുന്നതാണ്. സോ മാക്സിമം കഴിഞ്ഞ വർഷം ചോദിച്ച ബുക്കുകളും അതേ കാറ്റഗറി, അത് ഏത് പാറ്റേൺ, ഇപ്പം നമ്മൾ കണ്ടു പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, അപ്പോൾ ആ പാറ്റേണിലുള്ള സാധനങ്ങളെല്ലാം എന്ത് ചെയ്യുക, ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് നോക്കി വെച്ച് പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ഈ ബുക്സ് ആൻഡ് ഓതറിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ചിലർക്ക് 2 കിട്ടും. സോ നിങ്ങൾക്ക് GK സെഷനിൽ നിന്ന് ഉറപ്പായിട്ടും വരുന്ന ഒരു പാർട്ടാണ് ബുക്സ് ആൻഡ് ഓതർ എന്ന് പറയുന്നത്. സോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ബുക്സുകൾ അത്ര ഇങ്ങനെ നോക്കി വെച്ച് പഠിച്ചിട്ട് പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. ഓക്കെ, സോ ഞാൻ ഇതിന്റെ സീരീസുമായി അടുത്തും വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. ഓക്കെ, താങ്ക് യു.